നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നാസിക്കിലെ TCS ഓഫീസിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്നും നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചെന്നും ആരോപിച്ചുള്ള കേസ് തിങ്കളാഴ്ച പുതിയ വഴിത്തിരിവിൽ. പ്രധാന പ്രതിയായ നിദാ ഖാനെതിരെ കൂടുതൽ തെളിവുകളുണ്ടെന്നും അന്വേഷണം നഗരത്തിനുമപ്പുറം മാലേഗാവിലേക്കും മലേഷ്യയിലേക്കുമുള്ള ബന്ധങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രോസിക്യൂട്ടർമാർ നാസിക് കോടതിയെ അറിയിച്ചു. പരാതിക്കാരിൽ ഒരാളെ മതപരമായ ആചാരങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ നിദാ ഖാൻ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി സൂചിപ്പിക്കുന്ന തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടെന്ന് നിദാ ഖാന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതിയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അജയ് മിശ്ര പറഞ്ഞു. പരാതിക്കാരിക്ക് ബുർക്ക നൽകുകയും മതപരമായ ആചാരങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്തതായി ആരോപിക്കുന്നു. ഒരു പുസ്തകം നൽകുകയും ഫോണിൽ മതപഠന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്തു. പ്രോസിക്യൂഷന്റെ വാദപ്രകാരം പരാതിക്കാരിയെ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാനും ഹിജാബും ബുർക്കയും ധരിക്കാനും പഠിപ്പിക്കുകയായിരുന്നു നിദാ ഖാൻ. പരാതിക്കാരിയുടെ പേര് ഹാനിയ എന്ന് മാറ്റാൻ പദ്ധതിയുണ്ടെന്നും ആരോപണമുണ്ടായിരുന്നു. ഇവരുടെ ഫോണിൽ നിന്ന് ഇസ്ലാമിക റീലുകൾ, യൂട്യൂബ് ലിങ്കുകൾ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ എന്നിവ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. കേസിന്റെ വ്യാപ്തി നാസിക്കിന് പുറത്തേക്ക് പോവുകയും മാലേഗാവിലേക്കും മലേഷ്യയിലേക്കും ബന്ധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി മാലേഗാവിലെ ഒരു സംഘത്തിന് കൈമാറാനിരുന്ന പരാതിക്കാരിയുടെ വിദ്യാഭ്യാസ രേഖകളും മറ്റു പ്രധാന രേഖകളും കൂട്ടുപ്രതിയായ ഡാനിഷ് ഷെയ്ഖ് കൈവശപ്പെടുത്തിയതായും ആരോപണമുണ്ട്. ഇമ്രാൻ എന്ന വ്യക്തി വഴി പരാതിക്കാരിയെ മലേഷ്യയിലേക്ക് ജോലിക്ക് അയക്കാൻ പ്രതികൾ തയ്യാറെടുക്കുകയായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ആരോപിക്കപ്പെടുന്ന ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്തെങ്കിലും സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. നിദാ ഖാൻ നിലവിൽ ഒളിവിലാണെന്നും കൂടുതൽ വ്യക്തികളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാൻ അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കേണ്ടതുണ്ടെന്നും മിശ്ര കോടതിയെ അറിയിച്ചു. ജാമ്യം നൽകുന്നത് സാക്ഷികളെ സ്വാധീനിക്കാൻ അവർക്ക് അവസരം നൽകുമെന്നും അദ്ദേഹം വാദിച്ചു. കോടതി ഇതുവരെ അവർക്ക് ഒരു സംരക്ഷണവും നൽകിയിട്ടില്ല. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തേക്കാം. അതേസമയം മഹാരാഷ്ട്രയിൽ മതപരിവർത്തനത്തിനെതിരെ നിയമമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിദാ ഖാന്റെ അഭിഭാഷകൻ രാഹുൽ കസ്ലിവാൾ ആരോപണങ്ങൾ നിഷേധിച്ചു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ചുമത്തിയ കുറ്റങ്ങൾ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടതാണെന്നും യഥാർത്ഥ മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും അദ്ദേഹം വാദിച്ചു. കേസിൽ ഒന്നിലധികം FIRകൾ ഫയൽ ചെയ്തതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു. 9 FIRകൾക്ക് പകരം ഒരൊറ്റ FIR മതിയെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് 2 കോടതി അടുത്ത കേസ് പരിഗണിക്കും. അതേസമയം നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് TCS ഓഫീസുമായി ബന്ധപ്പെട്ട ലൈംഗികാതിക്രമം, ലൈംഗിക പീഡനം, മതപരമായ ബലപ്രയോഗം എന്നീ കുറ്റങ്ങൾ നേരിടുന്ന TCS ജീവനക്കാരനായ പ്രധാന പ്രതി തന്റെ സെൽഫോണിലെ ഓരോ ഫയലിനും ആപ്ലിക്കേഷനും പ്രത്യേകം പാസ്വേഡുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ഇത് അന്വേഷണത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും കേസുകൾ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. ഇയാളെ ഫേസ് ID ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യാനായി നാസിക്കിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായി ലഹരി വസ്തുക്കൾ ചേർന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു മധുരപലഹാരത്തെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. മതപരിവർത്തന പ്രക്രിയയിൽ കുടുങ്ങുന്നതിനു മുമ്പ് ഒരു ജീവനക്കാരൻ പ്രതിയുമായി സൗഹൃദത്തിലാവുകയും 7 പ്രതികളിൽ ഒരാളായ തൗസിഫ് ബിലാൽ അത്താറിന്റെ വീട്ടിൽ ഈദ് ദിനത്തിൽ ഷിയർ ഖുർമ കഴിച്ചതിന് ശേഷം തനിക്ക് അമിതമായി മദ്യപിച്ചതുപോലെയും ദിശാബോധം നഷ്ടപ്പെട്ടതായും ആരോപിച്ചു. തുടർന്ന് പ്രതി തന്റെ വ്യക്തിപരമായ കുടുംബ പരാതികളും മാനസിക ക്ലേശങ്ങളും മുതലെടുത്ത് ആത്മീയ പരിഹാരമായി ബ്ലാക്ക് മാജിക് നിർദ്ദേശിച്ചു. മതചിഹ്നങ്ങൾ ധരിക്കാൻ തന്നെ നിർബന്ധിച്ചതായും ചിത്രീകരിച്ചതായും അയാൾ അവകാശപ്പെട്ടു. അതേസമയം പ്രൊഫഷണൽ അസ്ഥിരത സൃഷ്ടിക്കുന്നതിനും ഗ്രൂപ്പിലുള്ള തന്റെ ആശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനുമായി പ്രതി തന്റെ ഓഫീസിലെ മേലുദ്യോഗസ്ഥർക്ക് കെട്ടിച്ചമച്ച നെഗറ്റീവ് പ്രകടന റിപ്പോർട്ടുകൾ അയച്ചതായി ഇയാൾ പോലീസിന് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു. ജീവനക്കാരനെ മതവിശ്വാസത്തിന് വിരുദ്ധമായ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹോട്ടൽ പോലീസ് നിരീക്ഷണത്തിലാണെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. മതപരിവർത്തന പ്രക്രിയ രേഖപ്പെടുത്തുന്നതിനായി TCS നാസിക് വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തതായി ആരോപിക്കപ്പെടുന്ന മതപരമായ വസ്ത്രധാരണത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പ്രധാന തെളിവായി തുടരുന്നു. വൈറലായ വീഡിയോകളിൽ മതപരമായ തൊപ്പി വാങ്ങുന്നത് കാണുന്ന പ്രത്യേക കട എവിടെയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട്. ജീവനക്കാരനെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന മാരുതി സ്വിഫ്റ്റ് കാർ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സാങ്കേതിക മുന്നേറ്റത്തെ തുടർന്ന് അന്വേഷണം ഊർജിതമായി. റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ പ്രതിയായ ഡാനിഷ് ഷെയ്ഖിന്റെ മൊബൈൽ ഫോണിലെ ഉയർന്ന തലത്തിലുള്ള ഡിജിറ്റൽ സുരക്ഷ അന്വേഷകർ മറികടന്നതിനെ തുടർന്ന് ഒരു പ്രാഥമിക തടസ്സം നീങ്ങിയതായും നാസിക് സിറ്റി പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.